CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം പരാതിയുണ്ടെന്ന് പറയുന്നു. കോടതി പരിശോധിക്കട്ടെ. കോടതി പരിശോധിച്ചൊരു നിഗമനത്തിലെത്തുന്നതുവരെ അദ്ദേഹം അതിലെന്തെങ്കിലും കുറ്റം ചെയ്ത ആളായിട്ട് വിധി എഴുതാൻ കഴിയില്ല. ഈ ധനകാര്യ പരിശോധന വിഭാഗത്തിന്റെ ഫൈറ്റിംഗ് ആണ്, ആരോപണങ്ങളല്ല. ഇയാൾ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് റിപ്പോർട്ട് സെക്രട്ടറി ഫൈറ്റിംഗ് ആണ്, അത് ആരോപണങ്ങളല്ല. ധനകാര്യ വകുപ്പിന്റെ ധാരാളം റിപ്പോർട്ടുകളും AG's ഓഫീസിലെ AGയുടെ ഓഡിറ്റ് റിപ്പോർട്ടുമൊക്കെ ധാരാളം കണ്ടു പരിചയമുള്ളവരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ AGയുടെ പ്രാഥമിക പരിശോധന വരുന്ന റിപ്പോർട്ടൊക്കെ പിന്നെ അവസാന പരിശോധനയിൽ ശരിയായിട്ട് വരാറുണ്ടോ? പല കാര്യങ്ങളും അങ്ങനെ അല്ലാതെ വന്നിട്ടില്ല. ധനകാര്യ പരിശോധന വിങ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അതിൻ്റെ മറ്റ് പരിശോധനകളൊക്കെ പൂർത്തീകരിക്കാതെ അതിനെ സംബന്ധിച്ചൊരു നിഗമനത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വസ്തുതകളും വ്യവസ്ഥാപിതമായ രീതിയിൽ നിയമാനുസൃതമായ രീതിയിൽ പരിശോധിക്കട്ടെ. ആ പരിശോധനയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോഴത് കൊണ്ട് ധൃതി പിടിച്ച് അത്തരം ഒരു കാര്യം എടുക്കേണ്ടതൊരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നതായിട്ട് തോന്നുന്നില്ല. ഈ പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ തന്നെയല്ലേ ജെയിംസാണല്ലോ ഇതൊക്കെ അന്വേഷിക്കേണ്ടത്. അതിൻ്റെ തലപ്പത്താണ് എങ്ങനെയാണ് ഒരു സുതാര്യമായ അന്വേഷണം? വിജിലൻസിൻ്റെ അന്വേഷിക്കേണ്ട വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ വിജിലൻസ് കോടതി ഇവിടെയുണ്ട്. വിജിലൻസ് ഡയറക്ടറുടെ മേലെ പരിശോധന നടത്താനാണ് വിജിലൻസ് കോർട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ആക്ഷേപം വിജിലൻസ് ഡയറക്ടർക്കെതിരായിട്ടുണ്ടെങ്കിൽ വിജിലൻസ് കോർട്ടിനെ സമീപിക്കാൻ ബന്ധപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥിതിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് പ്രതിപക്ഷം ഇപ്പോൾ കണ്ണൂരെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടുന്നൊരു പ്രതിപക്ഷമായി മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏത് പ്രശ്നം പറഞ്ഞാലും കണ്ണൂരിനെ കുറ്റപ്പെടുത്തുക. ഇപ്പം ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്ന ജില്ല കണ്ണൂർ ജില്ലയായിട്ടാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുത എന്താ? നിയമസഭയിൽ തന്നെ പറഞ്ഞില്ലേ, കേരളത്തിൽ കൊലപാതകം നടക്കുന്ന ജില്ലയിൽ 6ാം ഇത് മാത്രമാണ് കണ്ണൂർ ജില്ല. അപ്പം മറ്റ് ജില്ലകളെയൊക്കെ മാറ്റി നിർത്തി കണ്ണൂരിനെ പറ്റി പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ്. ഒരു തരത്തിലുള്ള ഗൂണ്ടാ സംഘങ്ങളെയും CPIM സംരക്ഷിക്കില്ല. അങ്ങനെ CPMുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും മാഫിയ സംഘത്തിലോ ഗൂണ്ടാ സംഘത്തിലോ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയിൽ സ്ഥാനമുണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഗൂണ്ടാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് പാർട്ടിയുടെ സംരക്ഷണം ഉണ്ടാവില്ല, ഗവൺമെൻറ് സംരക്ഷണം ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം സംരക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് ഈ ആരോപണ വിധേയമായിരിക്കുന്നവരെല്ലാം തന്നെ പോലീസ് നടപടിക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് നിർദാക്ഷിണ്യം അത്തരക്കാർക്കെതിരായുള്ള നടപടി സ്വീകരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികൾ എന്നുള്ള നിലയിൽ പല പാർട്ടികളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവത്തിൽ പെടുന്നുണ്ടാകും. അങ്ങനെ പങ്കെടുക്കുന്നവർക്ക് പാർട്ടി സംരക്ഷണം ഉണ്ടോ, ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കുന്നുണ്ടോ എന്താണ് പരിശോധിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു സംരക്ഷണവും ഈ പെട്ടുപോകുന്ന ഒരാൾക്കും പാർട്ടി നൽകാൻ പോകുന്നില്ല, ഗവൺമെൻറ്റും അങ്ങനെ ഒരു സംരക്ഷണം കൊടുക്കാൻ പോകുന്നില്ല. ഈ ഗുണ്ടാസംഘങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുന്നത് അതേസമയം TP കേസിലെ ശിക്ഷിക്കപ്പെട്ട പോലീസുനി അടക്കമുള്ളവരെ കണ്ണൂർ ജയിലിലേക്ക് കൊണ്ടുവരിക. ഇതൊക്കെ വെറുതെ നിങ്ങൾ നടത്തുന്നൊരു പ്രചരണമാണ്. ആരാ അവിടെ കൊണ്ടുപോയിരിക്കും? എവിടെ കൊണ്ടുപോയിരിക്കും? നിങ്ങളൊരു പ്രചരണം നടത്തി ആ ചോദ്യം ചോദിച്ചുകൊണ്ട് അത് വസ്തുതയാണ്. അത്തരമൊരു തീരുമാനം ഇതുവരെ എടുത്തതായിട്ട് നമുക്കെവിടെ അറിയില്ല. നിങ്ങളിങ്ങനെ മനസ്സ് കണക്കൂട്ടുന്നുണ്ടാവും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നയാളെ അങ്ങോട്ട് കൊണ്ടുപോകും, മറ്റേയാളെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതൊക്കെ നിങ്ങളാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ എടുക്കുന്ന തീരുമാനമാണ്. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി എന്നുള്ളതിൽ അങ്ങനെ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയായിട്ട് എങ്ങനെ കാണാൻ സാധിക്കും? അത് ജയിലിൽ കിടക്കുന്ന പ്രതികൾ പലപ്പോഴും ഫോൺ വിളിക്കുന്ന സംബന്ധിച്ചുള്ള ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആക്ഷേപങ്ങൾ വന്നാൽ ആ ആക്ഷേപങ്ങൾ പരിശോധിക്കുകയാണ് എല്ലാ കാലത്തും ആഭ്യന്തര വകുപ്പ് ചെയ്യാറുള്ളത്. UDF ഗവൺമെൻറ് കാലത്ത് ഫോൺ വിളി സംബന്ധിച്ച് എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു? അത് ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തര മന്ത്രി രാജിവെക്കണമെന്നാണോ ഞങ്ങളെടുത്ത നിലപാട്? ജയിലിൽ നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ ആ നിയമവിരുദ്ധ നടപടി തടയണം. ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനാവശ്യമായ നടപടിയെടുക്കണം. ഇത് ആ സൗകര്യം ചെയ്തു കൊടുത്ത 3 പോലീസുകാരെ സസ്പെൻഷന് വിധേയമാക്കി.
ഗവൺമെൻറ് യാതൊരു സംരക്ഷണവും ഇത്തരത്തിലില്ല എന്നതിൻ്റെ സന്ദേശമാണ് ആ 3 പോലീസുകാർക്കെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. അന്ന് തന്നെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരക്കാർക്ക് യാതൊരു സംരക്ഷണവും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്? ഈ കോടതികളിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു ഇക്കാര്യത്തിൽ തീരുമാനത്തിലുണ്ടായിട്ട് ഇപ്പോഴും മാധ്യമപ്രവർത്തകർ കോടതികളിൽ കയറാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വസിച്ച് അകത്ത് കയറിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ഉണ്ടാവുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 2 വനിതാ മാധ്യമപ്രവർത്തകരുടെ പടം ഫ്ലെക്സിലടിച്ച് ഈ അഭിഭാഷകർ അല്ലെങ്കിൽ വിഭാഗാഭിഭാഷകർ നഗരത്തിൽ മുഴുവൻ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് നിയമസഭയിൽ വന്നു. പക്ഷേ അതിനുശേഷവും അത്തരം സാഹചര്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സർക്കാരിനോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ CPM പോലും അത്തരത്തിലുള്ള നിലപാടിലേക്ക് വന്നിട്ടില്ല. മാധ്യമപ്രവർത്തകന്മാർക്ക് നിർഭയമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതാണ് CPIMൻ്റെ നിലപാട്. അതിന് ഗവൺമെൻറ്റും അതേ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കർശനമായ സമീപനം തന്നെ സ്വീകരിച്ചു. പ്രശ്നങ്ങളുണ്ടായതിൻ്റെ ഫലമായി മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ച് ചീഫ് ജസ്റ്റിസും ഈ സ്ഥിതി തുടരാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. സുപ്രീം കോടതിയിലെ പ്രഗത്ഭരായിട്ടുള്ള ജഡ്ജിമാരും കേരളത്തിൽ നിന്നുള്ള ജഡ്ജിമാരും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഇത്തരം നിലപാട് തുടരാൻ പാടില്ല ഇത് പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു. എന്നിട്ടും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടം അഭിഭാഷകന്മാർ നമ്മുടെ സമൂഹത്തിൽ തന്നെ പൊതു മനോഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അത്തരക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അഭിഭാഷകന്മാരെന്നുള്ള പരിഗണന കൊടുത്തല്ല അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയായി കണ്ട് അത് കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് കർശനമായ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ചില പ്രത്യേക സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് എന്തു ചെയ്യാമെന്നുള്ളൊരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ സംവദിക്കാൻ പാടില്ല. അത്തരം നടപടികൾക്ക് ഒരു കാരണവശാലും CPIM കൂട്ടുനിൽക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ ഫ്ലെക്സിൽ പടം 2 വനിതാ മാധ്യമ പ്രവർത്തകരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഫ്ലെക്സിൽ പടം വന്ന് അതിൻ്റെ തെളിവ് സഹിതം പരാതി കൊടുത്തിട്ടും ഈ നിമിഷം വരെ 3 ദിവസം ഈ നിമിഷം വരെ ഒരാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഭരണപരമായ കാര്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഗവൺമെൻറ് ഫയൽ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ഭരണമല്ല ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്കെല്ലാം അങ്ങനെ ഒരു ധാരണയുണ്ട്. രാവിലെ എല്ലാ ഫയലും ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് സംസ്ഥാന സെക്രട്ടറി ഒപ്പിട്ട് കൊടുക്കുക, ഏത് കേസാണ് എടുക്കേണ്ടതെന്ന് ഇവിടെ പറയുക. അങ്ങനത്തെ ഭരണമല്ല ഇവിടെ നടക്കുന്നത്. ഗവൺമെൻറ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കണ്ണൂരിൽ അതിന്റെ തത്സമയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്.